ഓണത്തിന് നേരത്തെ ഒന്നുകൂടെ നമുക്ക് സഹൃദയരെ അങ്ങനെ മറ്റൊരോണം വന്നെത്തിയിരിക്കുകയാണ്. VRS സംഭവം ടീമും ഇവിടെ ഓണം ആഘോഷിക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ VRS സംഭവത്തിനെ സംഭവമാക്കി മാറ്റിയ നിങ്ങൾക്ക് ഏവർക്കും നന്ദി. ഈ സംഭവത്തിനെ ഇനി സംഭവമായി തുടരാൻ നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷയോടെ എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പം ശരി, ബാക്കി പരിപാടിയുണ്ട്, കാണുക. ഓണം നമുക്കെല്ലാവർക്കും ഓണം എന്ന് പറഞ്ഞാൽ വലിയൊരു ഗൃഹാതുരത്വം നടത്തുന്ന സംഭവമാണ്. എല്ലാ വർഷവും ക്രിസ്മസ് ഫാദർ ഇങ്ങനെ വരും, അല്ല ഓണത്തപ്പൻ ഇങ്ങനെ നമ്മളെ എല്ലാവരെയും മലയാളികളെ കാണാൻ വരുന്ന ആ സുദിനം, അത് നമ്മുടെ എല്ലാം ഓർമ്മകളും. പ്രത്യേകിച്ച് ഈ ഈ പായസത്തിൻ്റെ ആ ടേസ്റ്റ് വരുമ്പോൾ നമ്മൾ നല്ല ചൂട് ചോറൊക്കെ ഇട്ട് നെയ്യ് ഒഴിച്ച് പരിപ്പ് ഒഴിച്ച് കുഴച്ച് കുറച്ച് സാമ്പാർ, പിന്നെ രസവും സോഡയും അച്ചാറും. ഒരു മിനിറ്റ് ഇട്ടാൻ പറ്റും. പക്ഷെ ഈ പൂക്ക് മലേഷ്യയിൽ നിന്ന് വരുന്നതായിരിക്കും അല്ലേ? എൻ്റെ കളറൊക്കെ പോയി ഈ സൈഡൊക്കെ വാടി. ഞാൻ നടുക്ക് വെക്കാൻ ഈ പൂവിനെക്കാളും വലിയൊരു പൂവുണ്ടായിരുന്നു, ഈ ഭംഗിയുണ്ടായിരുന്നു. US-ലൊക്കെ കാണണം. എൻ്റെ അമ്മ എന്നെ കളറെന്നറിയോ പൂവിനൊക്കെ? ഇതുപോലെ ഒന്നുമില്ല. ഓണം US-ന്റെ അല്ലല്ലോ. അല്ല, എന്നാലും പൂ നമുക്ക് US-ൽ നിന്ന് വാങ്ങിക്കാമല്ലോ. കണ്ട പൂവാണ് അത്രയും പൂ. ബേബിക്ക് US-ലെ പൂ വേണോ? അല്ലേ, ഇതെന്താ ഓറഞ്ച് ഇട്ടിരിക്കുന്നത്? ഭയങ്കര കോമൺ കളറില്ലേ? എനിക്ക് 3 എണ്ണം ഉണ്ടായി. ഞാൻ പിന്നെ അതെല്ലാം ദാനം ചെയ്തു. അല്ല ചിഞ്ചു, അത് നിങ്ങൾ പറയുന്ന ഓറഞ്ച് അല്ല. ചിഞ്ചു ഉദ്ദേശിക്കുന്ന സാധനം കാവി എന്ന് പറയും. ഇത് ആ കളറല്ല, ഇതൊരു കോറൽ ഷെയ്ഡാണ്. കോറലിന്റെ ഒരു ബ്ലെൻഡ്, അതാണ് ഇത്. നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക, ഇതുണ്ടോ? ഇടയ്ക്കൊരു പീച്ചും കോറലായിട്ടുള്ള ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ള ഭയങ്കര യൂണിക് ഡിസൈനാണ് ഇത്. കിട്ടിയില്ല. ചിഞ്ചിന് വേണോ? ഓ, എനിക്ക് വേണ്ട. എനിക്ക് ഇത് ഓറഞ്ച് ഭയങ്കര എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല. തോന്നുന്നല്ലേ? എല്ലാവരും എടുക്കുന്ന ഒരു കളറാണ്. പിന്നെ റെഡ് ആണ് എനിക്ക് കുറച്ചും കൂടി നന്നായി തോന്നിയിട്ടുള്ള. കാരണം അത് എല്ലാവർക്കും ചേരും. പിന്നെ ഡേ ടൈം, നൈറ്റ് ടൈം നമുക്ക് കുറച്ചും കൂടി എലിഗന്റ് ആണ്, കുറച്ചും കൂടി നല്ലൊരു കളറാണ്. ഈ ഒരു റെഡ് ഇത് നല്ല രസമുണ്ട്. പക്ഷെ ഇത് ഭംഗിയുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇയാൾക്ക് നന്നായി ചേരുന്നുണ്ട്. ചിഞ്ചുവിന്റെ റെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യം പോയപ്പോ ഇങ്ങനത്തെ റെഡ് നോക്കി കേട്ടോ, കടയിൽ പോയി. അതും US-ലും പോയി, ഇവിടെയും പോയി. എന്നിട്ട് ഇങ്ങനത്തെ റെഡ് ഞാൻ ഒരെണ്ണം എടുത്തപ്പോ നോക്കുമ്പോൾ എന്റെ തൊട്ടപ്പുറത്തേക്ക് അമ്മച്ചി അതേപോലത്തെ ഒരു റെഡ് ഒരു 5-6 എണ്ണം അവരുടെ തിരുവാതിര ഗ്രൂപ്പ് ഡാൻസിനെ കണ്ട് ഇടാൻ പോവാണെന്ന് ആ റെഡിന്റെ ഇതിട്ടുണ്ട്. പിന്നെ അല്ല ചിഞ്ചു, പിന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നുന്നു. ശരിയാണ്. ഞാൻ അങ്ങ് ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയിപ്പോയി. പിന്നെ ഞാൻ ആ റെഡ് തൊട്ടിട്ടില്ല. വെളിയിലോട്ട് ഇറങ്ങി എവിടെ നോക്കിയാലും അമ്മച്ചിമാരാണെങ്കിലും അമ്മൂമ്മമാരാണെങ്കിലും ഒക്കെ ഈ റെഡ് ഇടുന്നു. പിന്നെ നമ്മളോട്ടുള്ള യങ്സ്റ്റേഴ്സിന് ഇതിടാൻ പറ്റും. അവിടെ സെയിം ആയിരുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ അവിടെ എന്റെ വീട്ടില് ജോലിക്ക് ഒരു ചേച്ചി വരെ, ആ ചേച്ചി ഈ ഓറഞ്ച് കളർ സാരി കൊടുക്കുള്ളൂ. ഓറഞ്ചല്ല, കാവി. എക്സാക്ട്ലി സെയിം. എനിക്ക് തോന്നുന്നു US-ൽ ആരും പറ്റിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആരും പറഞ്ഞു പറ്റിച്ചു ഇയാളെ. എന്താ പേപ്പർ വേണോ? ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. പേപ്പർ എടുത്ത് കൊടുക്കണം. ഞാൻ ഇത് ഫിനിഷ് ചെയ്യും. വൃത്തിയായിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ. ഹലോ, ഈ ഓണം ആഘോഷിക്കാൻ കൊറോണ ഇവിടെ ഭയങ്കര സെറ്റപ്പായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ ഓണത്തിനെ കുറിച്ച് അവർക്ക് എന്തുമാത്രം അറിയാന്നുള്ളത് നമുക്കിപ്പോൾ കാണാം. വെയിറ്റ്. ഓണാഘോഷം ഇവിടെ തുടങ്ങുകയാണ്. ഓണാഘോഷം നമ്മുടെ ടിറ്റുവിന്റെ ഒരു പാട്ടോട് കൂടിയാണ് ഇവിടെ ആരംഭിക്കുന്നത്. ടിറ്റു പാടും. നമ്മുടെ പാട്ടിനെ പറ്റി നീ ഒരു സംഭവത്തെ എഴുതി വെച്ചതിനെ പറ്റിയുള്ള കമന്റ് കേട്ട് ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്. തുടങ്ങുകയാണെങ്കിൽ എന്തായാലും ഓണം വന്നാൽ തുടങ്ങുന്ന ഒരു പാട്ടേ ഉള്ളൂ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോട് പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ ശരി. അപ്പൊ ഇതിനകത്ത് കുറെ ഓണത്തിനെ കുറിച്ചുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്.
അപ്പൊ നമ്മള് ഒന്നീ കിഴക്കോട്ടെ നിന്ന് പാളയത്തോട്ട് അല്ലെങ്കിൽ പാളയത്തിൽ നിന്ന് കിഴക്കോട്ടോട്ട് തുടങ്ങിയാലോ? ആദ്യം ചോദ്യം എടുക്കുക, ചോദ്യം വായിക്കുക, എന്നിട്ട് ഉത്തരം പറയാം. ഓണസദ്യക്ക് വിളമ്പുന്ന എരിവ്, ഉപ്പ്, പുളി, മധുരം ഇവയൊന്നും ഇല്ലാത്ത ഒരു വിഭവം ഏതാണ്? പച്ചവെള്ളം. ചോളം വിളമ്പൂലല്ലോ, ഗ്ലാസ്സിലല്ലേ കൊടുക്കുന്നത്. ചോറ്. ഓക്കെ. ആരുടെ പുത്രനാണ് മഹാബലി? എ പ്രഹ്ലാദൻ, ബി ഹിരണ്യകശിപു, സി ബകാസുരൻ, ബി മാരീചന. മരീചന്ദ്രന് ജാക്കിച്ചാനെ പറയുള്ളത്. ചൈനക്കാരനാണ്. എനിക്ക് അറിഞ്ഞൂടാ. അതാണ് 4 ഓപ്ഷൻ ഇല്ലേ? ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ചുമ്മാ ഹിരണ്യകശിപു. അടിപൊളി. തെറ്റി. പ്രഹ്ലാദൻ. ആൻസർ എന്താണ്? മഹാബലിയുടെ അച്ഛൻ. ഉത്തരം അറിയാന്നുള്ള ആരെങ്കിലും ഉണ്ട്? ഗൂഗിൾ ചെയ്യാൻ. He's actually the grandson of Prahlada. പ്രഹ്ലാദൻ grandson ആണ്. അതാണ് നമുക്ക് പ്രഹ്ലാദ് മോന്റെ പേര് പറ. മഹാബലിയുടെ അച്ഛൻ. മുത്തച്ഛന്റെ പേരെങ്കിലും അറ്റ്ലീസ്റ്റ് മുത്തച്ഛനെങ്കിലും അറിയാൻ അല്ല, പറ്റില്ല. ഗൂഗിളിൽ ചോദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഉത്തരം അത് നമ്മളിട്ട് തന്നെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓണത്തിന് മലയാളികൾ കളിക്കുന്ന 5 കളികളുടെ പേര് പറയുക. ക്രിക്കറ്റ്, ഫുട്ബോളൊന്നും പറയാൻ പറ്റില്ല. വടംവലി, ഊഞ്ഞാലാട്ടം. നമ്മളൊക്കെ കളിയാട്ടനെ കണ്ടിട്ടില്ല. കൊച്ചിനെ നമുക്കറിയാം, നമ്മൾ അത്ര ഹെവി ചൈൽഡ്ഹുഡ് ആയിരുന്നു. അത് കളിയാണ്. പുലികളി, വള്ളംകളി, പിന്നെ തൊട്ടുകളി. തൊട്ടുകളിയൊന്നും പറ്റൂല. തൊട്ടുകളി തൊട്ടുകളിയൊക്കെ ഉണ്ട്. തൊട്ടുകളി വേറെ കളയരുത്. തൊട്ടുകളി പറ്റൂല, വേറെ കളി. വേറെ സ്പെഷ്യൽ തുമ്പി തുള്ള. തുമ്പി തുള്ളുന്ന കളിയാണ്. എനിക്ക് പോണാണ്. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നത്. ഭാഗ്യം അത് വേറെ ആരെങ്കിലും കിട്ടരുതേ. കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ഓണത്തിന് ഭയങ്കര ദാരിദ്ര്യമുള്ള സമയമൊക്കെ ആയിരുന്നല്ലോ. എപ്പോഴും തന്നെ അല്ലേ? ഓണം എന്ത് കഷ്ടപ്പാടാണെങ്കിലും അന്ന് ചോറ് കഴിക്കണം, അന്ന് ലാവിശായിട്ട് കഴിക്കണം. ഓണം ഉണ്ണണം. അപ്പൊ ഈ വിൽക്കാൻ വെച്ചിരിക്കുന്ന കാണും പറഞ്ഞിട്ടുണ്ട്. അതെന്ത് സാധനം കിടപ്പാടം വിറ്റും ഓണം ഉണ്ണണം. എന്ത് കഷ്ടപ്പാടായാലും ഓണത്തിന് ബെഡ് വിട്ട് ഫുഡ് അടിക്കണം. ശരി, അടുത്തത്. മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ വാമനൻ ആരുടെ അവതാരമാണ്? ഈ ചവിട്ടിത്താഴ്ത്തിയതിനെ നമുക്ക് ഇഷ്ടമല്ലാത്ത എപ്പോഴാണ്? രാജ്യം ഭരിച്ചോണ്ടിരുന്ന ഒരു ബൂർഷ ചക്രവർത്തിയെ സഖാവല്ലി വാമന. ഉത്തരം പറയാൻ പറ്റില്ല. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് വാമനൻ. തുമ്പി തുള്ളൽ എന്നാൽ അപ്പൊ തുമ്പി തുള്ളൽ എന്നാൽ എന്താണെന്ന് പറ്റി ഇപ്പോൾ നമുക്കോട്ട് പറയാൻ പോവുകയാണ്. 私の名前は誠木村です。なぜ今ここにいるかというと、 അപ്പോൾ നമ്മുടെ ദേശീയ ഉത്സവമായ ഓണത്തിന് തുമ്പികളെ കിട്ടാത്തത് കൊണ്ട് നമ്മൾ തന്നെ ഇരുന്ന് ഒരു തുള്ളുന്ന ഒരു ഉത്സവമായി മാറിയിരിക്കുകയാണ് തുമ്പി തുള്ളൽ. 辞めた後は何していいか分からずに、とりあえず世界中旅行したんですけれども、1年間の旅行の後にシンガポールに来ました。 സിംഗപ്പൂരിലെ തുമ്പി തുള്ളൽ വലിയൊരു പ്രശ്നമായതുകൊണ്ട് ഇവിടെ സമ്മതിക്കാത്തത് കൊണ്ട് ഇവിടെ ഇപ്പോൾ മറ്റേ പുകയെല്ലാം ഉള്ളതുകൊണ്ട് തുമ്പി തുള്ളാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് നാട്ടിലെ തുമ്പി തുള്ളലാണ് നമ്മൾ ഇപ്പോഴും വളരെ ഇതായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ തുമ്പി തുള്ളി അവസാനം എല്ലാം കൂടെ അത്തപ്പൂക്കളെല്ലാം ആരംഭാക്കി ആ പയ്യനെ എടുത്തുകൊണ്ട് പോകുന്നവരെ നമ്മൾ ദൃശ്യാഴ്ചയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ സിംഗപ്പൂരിൽ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്തിടും എന്നുള്ളതുകൊണ്ട് ഇവിടെ നമ്മൾ തുമ്പി തുള്ളാൻ സമ്മതിക്കില്ല. シンガポールに来て1年間経ちます。その間ずっと働いてたんですけれども、一緒に住んでいる友達がインド人の人で、今日はこうやってパーティーに呼ばれることになりました。
സിംഗപ്പൂരിൽ പല മലയാളികൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് താമസിച്ച കാലം നിങ്ങൾ തുമ്പിതുള്ളൽ ഒരു വയലന്റ് സംഭവമായി കാണുന്നതിനാലുമാണ് നിങ്ങൾ സമ്മതിക്കാത്തത്. പക്ഷെ അതിനകത്തുള്ള ആ ഒരു ഭക്തിസാന്ദ്രമായ ആ ഒരു ഫീലിംഗ് മനസ്സിലാക്കി സിംഗപ്പൂരിൽ തുമ്പിതുള്ളൽ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പൂക്കളം തുടങ്ങുന്ന അത്തം നാളിൽ ഏത് നിറത്തിലുള്ള പൂക്കളാണ് ഉപയോഗിക്കുന്നത്? ആർക്കെങ്കിലും അറിയാമോ? വെള്ള വെള്ള അല്ല. എനിക്കറിയാം, മഞ്ഞ, മജന്ത, പച്ച ചുവപ്പ് ചുവപ്പ്. ഓക്കെ, ഞാൻ വിക്കിപീഡിയ വായിച്ചത് കൊണ്ട് ഡി മഞ്ഞ. ഈശ്വര, ഓണസദ്യക്ക് എത്ര കൂട്ടം വിഭവങ്ങളാണുള്ളത്? അവയുടെ പേരുകൾ പറയുക. പറഞ്ഞടിക്കുന്നുണ്ടല്ലോ കുറച്ച് എണ്ണം വെച്ച്. ഒരു എത്ര എണ്ണമാണെന്ന് ആദ്യം പറയാം. ഒരു 21 നിർത്തിയാലോ? പറയാം, അതിനും കൂടുതലുണ്ട്. 24 അല്ല, നിങ്ങളെ വീട്ടിൽ പറ്റിച്ച് 24 തന്നിരുന്നാണ്. വിക്കിപീഡിയ പ്രകാരം 26 വിഭവങ്ങളുണ്ട്. ചോറ്. ചോറ് ചോറല്ലേ പറഞ്ഞത്? ഉപ്പേരി, ഇടുന്നു എന്നാണ് പുള്ളി. ഇഞ്ചി, അച്ചാറ്. അച്ചാറ് 2 തരം. അതൊന്നും അങ്ങനെ ഇഞ്ചി, നാരങ്ങ, മാങ്ങ. അതങ്ങനെ 2 തരമാണോ? പച്ചടി, കിച്ചടി, ഓലൻ, കാളൻ, 10, തോരൻ, അവിയൽ, മധുരമുള്ള സാധനം, മറ്റേ മുന്തിരിയുള്ള പൈനാപ്പിൾ കിച്ചടി, പപ്പടം, പായസം, 3 തരം പായസം, ഇതൊക്കെ. അടപ്രഥമൻ, അട, പരിപ്പ്, പരിപ്പ. നിങ്ങളെ പിന്നെ പറ്റിച്ച് അട, പരിപ്പ്, പഴം, ഇനി സാമ്പാറ്. അത് കൂട്ടത്തില്ല, ഒരു പ്രാവശ്യം നിങ്ങൾ എത്ര റൗണ്ട് കഴിക്കുന്നു നല്ല പരിപ്പ് കറി പറഞ്ഞില്ല, രസം പറഞ്ഞില്ല, മോര് പറഞ്ഞില്ല. ശരി. ഇനിയിപ്പോ ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, ചിക്കൻ, മട്ടൻ, ബീഫ്. നമ്മൾ ഈ റൗണ്ട് ചെയ്തതിനോട് എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം. കാരണം ഇതിൽ ബേസിക്കലി നമ്മൾ തമാശയല്ല, ബേസിക്കലി നമുക്ക് ആർക്കും ഇതിനെപ്പറ്റി ഒരു ജ്ഞാനമില്ല എന്നുള്ളത് കാണുന്നവരൊക്കെ. എല്ലാവരുടെയും അവസ്ഥ അതാണ്. അത് എല്ലാവരുടെയും അവസ്ഥ അതാണ്. അത് പക്ഷെ നമ്മളൊരു വീഡിയോ ആക്കി സമൂഹത്തിന്റെ മുഖംമൂടി പിറ്റിച്ചില്ലുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സിംഗപ്പൂരിലെ കേരള സമൂഹത്തിന് നേരെ തിരിച്ചു പിടിച്ച ഒരു കണ്ണാടിയാണ് അതെ ഈ പരിപാടി. Hi, Sam Shiva here. This is my own remix version. Check it out. ഓണം വന്നേ
ഗൃഹാതുരത്വം. ഓക്കെ, റെഡിയാക്കാം. കോഴി അല്ല ഇതാക്കാം. ആവി ഇത് കോറൽ ഡിഫറെന്റ് ഷെയ്ഡാണ് യൂസി. ഏറ്റവും നല്ല ഇല നോക്കി മാറ്റിയിരിക്കുന്നതാണ് ഒരു സ്വന്തമായിട്ട് കഴിക്കാൻ വേണ്ടി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇല കഴിയുന്ന ഹരീഷ്, ഫാസ്റ്റ് ബോളർ ഹരീഷ്. ഇങ്ങോട്ടൊരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ടോ? ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നുണ്ടോ? ഇല്ല. ഇത്രയൊക്കെ എന്നെ കൊണ്ട് ചിന്തിക്കാൻ ഭയങ്കര പാടില്ല. കഴിഞ്ഞ സദ്യക്ക് എനിക്ക് ഇതൊന്നുമില്ലായിരുന്നു. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് കോന അടിക്കാറുണ്ട്, ചുമ്മാ ഇരിക്കുമ്പോ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ വീഡിയോ